ഇതിനെത്ര വില? 65,000. അമ്മേ, ഇത് ഫിക്സ് ചെയ്യാം. എനിക്കിത് മതി, എനിക്കിഷ്ടപ്പെട്ടു. ദേവികയുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് വേണ്ടേ സെലക്ട് ചെയ്യാൻ. ഇത്രയും വിലയുള്ളതെടുത്താ അവക്കത് കൊടുക്കാൻ പറ്റൂ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഈ സാരി തന്നെ വേണം. അമ്മേ, ദേവിക ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോ വരാം. അമ്മ പ്ലീസ് അമ്മ, എനിക്കിത് മതി. ദേവിക, നിങ്ങൾ സാരി എടുക്കാൻ വന്നതാണോ? മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങളും ഡ്രസ് എടുക്കാൻ തന്നെയാ വന്നേ. ഈ സാരിയാണോ അഞ്ജിത സെലക്ട് ചെയ്തേ? അതെ. അയ്യോ, ഈ സാരി അത്ര പോരാ. ഇത് അഞ്ജിതയ്ക്ക് മാച്ച് ആവില്ല. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു തരാം. ദേ, ആ രണ്ടാമത്തെ ബ്ലൂ ഇങ്ങെടുത്തേ. ഇത് അഞ്ജിതയ്ക്ക് നന്നായിട്ട് ചേരും അല്ലേ അമ്മേ? അതെ അതെ. എന്താ ഇതിന്റെ റേറ്റ്? 25,000. ഇത് മതി. ഇതാവുമ്പോ വില അധികം ഇല്ല, കാണാനും നല്ലതാ. എന്താ മോളെ, ഇത് പോരെ? എന്തിനാ വെറുതെ കൂടുതൽ പണം ചെലവാക്കുന്നേ? അല്ല, അഞ്ജിതയൊന്നും പറഞ്ഞില്ല. ഇത് നല്ല സാരിയാ. ആ, അപ്പൊ ഇത് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇത് പാക്ക് ചെയ്തോളൂ. ശരി മാഡം. നടക്കേട്ടാ ഇങ്ങോട്ട്. നടക്ക്. ഗോപിക, ഗോപിക നിക്ക്. ഗോപിക, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാരും കൂടി കല്യാണ പർച്ചേസിന് വന്നതായിരിക്കും അല്ലേ? ഞങ്ങളും അതിന് തന്നെയാ വന്നത്. ഗോപിക, ഞാൻ തന്നെ ഒത്തിരി വിളിച്ചിരുന്നു. ഋഷി, ഇനി ഒരിക്കലും എന്നെ വിളിക്കരുത്. ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കാം. ഗോപിക, ഞാനൊന്ന് പറയട്ടെ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഗോപിക, നിന്നെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും സാധിക്കില്ല. നീ നോക്കിക്കോ, നിനക്ക് വേണ്ടി ഞാൻ വരും. ഗോപിക, 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 ദേവികയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എന്റെ മനസ്സിലുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനെല്ലാം കല്യാണം പ്രമാണിച്ച് സാരി എടുത്ത് കൊടുക്കുന്നുണ്ട്. ദേവികയെ കണ്ട സ്ഥിതിക്ക് ദേവികയ്ക്കുള്ള സാരി ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തു തരാം. വാ. അയ്യോ, എനിക്ക് വേണ്ട മാഡം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതെന്റെ ഗിഫ്റ്റാ. അയ്യോ, വന്നേ, വാ.
ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടായി. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ മാഡം. ശരി. ശരി, വാ. പോ. ദേ സിദ്ധുവിനെ നോക്കി. സിദ്ധു, ദേവേട്ട, യാമിനി പറഞ്ഞതുപോലെ ആ ഫോട്ടോകൾ കണ്ടതിന്റെ ഇമ്പാക്റ്റ് ആണ് സിദ്ധുവിൽ ഈ കാണുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കത് തോന്നുന്നുണ്ട്. സിദ്ധുവിന് മാറ്റം ഉണ്ടാവും. നമ്മുടെ കുട്ടൻ പഴയതുപോലെയാവും. പഴയ പല കാര്യങ്ങൾക്കും സിദ്ധുവിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനാവുമെന്ന് യാമിനി പറഞ്ഞതിന് കാര്യമുണ്ട്. ഇപ്പൊ അവളിലുള്ള വിശ്വാസം എനിക്ക് കൂടുക. അമ്മയുടെ മോൻ എത്ര സ്മാർട്ടാണെന്നറിയോ? സ്മാർട്ടാ? അതെ, വന്നേ. ഏട്ടാ, ഞാൻ പോരാ. സുന്ദരനായിട്ടുണ്ട് എന്റെ മോൻ. സത്യാണ്. എന്തടി, എന്താ? ആ പെണ്ണുപിള്ള മരുന്ന് പോലും ഇല്ലാതെ സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമാക്കുമെന്ന് തോന്നല്ലോ. എടി, അതാണ് സൈക്കാട്രിസ്റ്റുമാരുടെ ജോലി. എങ്ങനെ വേണമെങ്കിലും അവര് പിന്നെ ചികിത്സ ചെയ്യും. നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്താണ് യാമിനി മനസ്സിൽ കാണുമ്പോൾ നമ്മളത് മാനത്ത് കാണണം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. കാള കിടക്കും കയറോടും ഏങ്ങുന്ന അമ്മയ്ക്ക് കുരയ്ക്കുന്ന അച്ഛൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നിങ്ങൾ എന്താ പഴഞ്ചൊല്ലി പറഞ്ഞ് കളിക്കുകയാണ് മനുഷ്യ? ആ യാമിനിയുടെ ചികിത്സ ഫലിക്കാതിരിക്കാൻ എന്തോ ഒരു വഴി, അത് പറ. വഴിയുണ്ട്. യാമിനിയുടെ പദ്ധതി പൊളിക്കാനുള്ള ഒരു കിക്കിടിലം പരിപാടിയുണ്ട് എൻ്റെ കയ്യിൽ.
എന്താണാവോ കിക്കിടിലും പ്ലാൻ? ഇടി ഋഷിയുടെ കല്യാണം വാതുക്കെ വന്ന് നിൽക്കയില്ലേ, ഉം. അപ്പോ സ്വാഭാവികമായിട്ട് ഈ വീട് അടിച്ചു വരാൻ കുറെ ജോലിക്കാര് വരും. വരും. അവര് വന്നിട്ട് അവര് വരുമ്പോ ബഹളവോ കോലാഹലമോ ഉണ്ടാക്കി സിദ്ധാർത്ഥന്റെ മുറിയിലുള്ള സകല ഫോട്ടോകളും എന്നേക്കുമായി ഞാൻ നശിപ്പിച്ചു കളയും. ആ ഫോട്ടോകൾ അവിടെ ഉണ്ടെങ്കിലല്ലേ യാമിനിയുടെ പദ്ധതികൾ വർക്കൗട്ടാവും. അത് നശിച്ചു പോയാൽ അത് തീർന്നു. അതുകൊണ്ട് നീ പേടിക്കാതെ സമാധാനിക്ക. ഇതുപോലെ പല പദ്ധതികളും മുമ്പും ദാസേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടെന്തായി? എല്ലാം നനഞ്ഞ പടക്കം പോലെ ഫ്ലോപ്പായി. ഇതെങ്കിലും സക്സസ് ആവോ? എടി, ഈ ഹരിദാസനെ നിനക്കറിയില്ല. വെട്ടിയിട്ട മുറി കൂടുന്ന ജന്മമായത്. ഞാനൊരു കാര്യം നിശ്ചയിച്ചാൽ അത് നടത്തിയിരിക്കും. അവൻ ജീവിതകാലം മുഴുവൻ ഇതുപോലെ തന്നെയായിരിക്കും. തീരുമാനിച്ചത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഗോപികയെ തന്നെയായിരിക്കും. അല്ല, നിന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അതെങ്ങനെ സാധിക്കും? അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഗോപികയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. എടാ, എല്ലാവരും നിങ്ങളുടെ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിരിക്കുക. ഇത് നടക്കുന്ന കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നില്ല. ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ ശാന്തിയില്ലേ, നേഴ്സ് ശാന്തി, അവള് നമുക്കൊപ്പം എന്ത് കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന കക്ഷി. അത് ശരിയാണ്. പക്ഷെ അവളെ വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അവളെ സോപ്പിട്ട് കുറച്ച് മയക്കുമരുന്ന് സംഘടിപ്പിക്കാം. എന്നിട്ട് ആ മയക്കുമരുന്ന് രഹസ്യമായിട്ട് ജ്യൂസിൽ കലർത്തി ഗോപികയ്ക്ക് കൊടുക്കാം. ആ ജ്യൂസ് കുടിക്കുന്ന ഗോപിക ബോധം കെടും. അന്നേരം അവളെ എങ്ങനെയും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ് പുറത്ത് കടത്തണം. എടാ, അതത്ര സക്സസ് ആവാൻ തോന്നില്ല കേട്ടോ. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അല്ല, അപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യടാ, നിന്റെ ഐഡിയ പോലെ തന്നെ നടക്കട്ടെ. എന്തിനും നമ്മൾ കൂടെ ഉണ്ട്. മുത്തച്ഛ, ഇറങ്ങിക്കോ. ചേട്ടാ, വരണം. ഇരിക്കേ. ഇരിക്കൂ. പറയണം. എന്റെ പേര് ദേവിക എന്ന. ഇത് എന്റെ മുത്തശ്ശന. നാരായണൻ നായർ. എന്താ വേണ്ടത്? നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചുമോളുടെ കല്യാണമാണ്. അതിന് സ്വർണം വാങ്ങണമെങ്കിൽ വായ്പ എടുത്തേ പറ്റൂ. ഇദ്ദേഹം സ്വർണം വാങ്ങാനായിട്ട് പണം കടം കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കേട്ടത് ശരി തന്നെയാ. സ്വർണം വാങ്ങാൻ ഞാൻ പണം കടം കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നിങ്ങളെനിക്ക് തീരെ പരിചയമില്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. പരിചയമില്ലാത്തവർക്ക് പണം തരാൻ പറ്റില്ല. അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പകരം ഗ്യാരണ്ടി നിൽക്കണം. അതുമല്ലെങ്കിൽ കടം തരുന്ന പണത്തിന് തക്കതായ എന്തെങ്കിലും ജാമ്യം വെക്കണം. ഞാനിവിടെ ശാരദാദേവി മെമ്മോറിയൽ സ്കൂളിലെ ടീച്ചറാ. ആണോ? നമ്മുടെ പൊന്നാരത്തോട്ടത്തുകാരുടെ സ്കൂളല്ലേ അത്? ആ അതെ. അവരറിയോ? അത് കൊള്ളാം. അവരെ ആർക്കാ അറിയാത്തത്? അവരിവിടുത്തെ പ്രമുഖന്മാരല്ലേ. അവരെ എനിക്കറിയാം. അവർക്ക് എന്നെ അറിയാം. അവിടുത്തെ മഹാദേവന്റെയും ജാനകിയുടെയും മകൻ ഇർഷിയാണ് എന്റെ കൊച്ചുമോളെ വിവാഹം ചെയ്യുന്നത്. അതെയോ?
എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? പൊന്നാരത്തോട്ടത്തെ ബന്ധുക്കൾക്ക് പണം തരുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പണം എത്ര വേണമെങ്കിലും തരാം. അയ്യോ, അത്രയ്ക്ക് പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സ്വർണം വാങ്ങാനുള്ള പണം മാത്രം മതി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് വീട്ടുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്വല്ലറി ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്നെ വിളിക്കുക. എന്റെ ആള് വന്ന് പേയ്മെന്റ് നടത്തിക്കോളൂ. അതിനുശേഷം ഇവിടെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മതി. ഇതാണ് എന്റെ നമ്പർ. വളരെ ഉപകാരം. ഞങ്ങൾ പോയിട്ട് വിളിക്കാം. ശരി മുത്തശ്ശ. ശരി എന്നാ. അയ്യോ മുത്തശ്ശ. ചേട്ടാ 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 ചേട്ടാ, നിങ്ങളുടെ വീട് എവിടെ? ആരോ എന്നെ ഇടിച്ചിട്ടിട്ട് പോയി. മോളെ, ഒരു ഓട്ടോ വിളിക്കും. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാം. എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാ ബോധം ശരിക്കും വന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കായിരുന്നു. വേണ്ടാന്ന് വാശി പിടിച്ചതുകൊണ്ടാ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് വേദന ഉണ്ടെന്നേ ഉള്ളൂ. അതങ്ങ് ചൂടുവെള്ളത്തെ കുറിച്ചാ മാറും. നിങ്ങൾ പൊയ്ക്കോ. അയ്യോ അയ്യോ, എന്തു പറ്റി? എന്തു പറ്റി? എന്താ ഉണ്ടായേ? നീ ഉണ്ടായിരിക്കേ, പേടിക്കാനൊന്നുമില്ല. ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു ബൈക്ക് എന്നെ തട്ടി. ഞാൻ ഉരുണ്ട് നിലത്ത് വീണു. അയ്യോ, എന്നിട്ട്? ഇടിച്ച ബൈക്കുകാരൻ നിർത്താതെ പോയി. പിന്നെ ഇവരാ തക്ക സമയത്ത് എന്നെ രക്ഷിച്ചത്. എന്നിട്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? പേടിക്കാനൊന്നുമില്ല. ആ, ഇതെന്റെ ഭാര്യയാ വനജ. നമസ്കാരം. നിങ്ങൾ ഇരിക്കും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. വനജ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് പോകാൻ ഇത്തിരി ധൃതിയുണ്ട്, അതുകൊണ്ടാ. മുത്തശ്ശി. ടീച്ചറെ. അഖില, വാ മോളെ. മോളുടെ വീടാണ് ഇത്. നമ്മുടെ അഖിലക്കുട്ടിയുടെ ടീച്ചറാ നിൽക്കുന്നല്ലേ? ഞങ്ങളുടെ പേരക്കുട്ടിയെ അറിയല്ലേ? അപ്പൊ ഇത് അഖിലയുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലേ? ഇതെന്റെ മുത്തശ്ശൻ, ഇതെന്റെ മുത്തശ്ശി. മുത്തശ്ശ, ഈ ടീച്ചർ ആരാന്ന് മനസ്സിലായോ? ഇല്ല മോളെ, ആരാ? ഈ ടീച്ചറാ അന്നെന്നെ രക്ഷിച്ചത്. ആണോ? അന്ന് സ്കൂളിൽ നടന്ന സംഭവം അച്ഛനും അമ്മ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു. അത് വല്ലാത്തൊരു സംഭവമായി പോയി. ദൈവമേ, ആരാ ഇവിടെ പൂട്ടിയിട്ടെന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല, അന്നവിടെ CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളെ കണ്ടെത്താൻ പറ്റിയില്ല. ടീച്ചറെ, എന്താ ഇവിടെ? അന്ന് മോളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? അതുപോലെ ഇന്ന് മുത്തശ്ശനെയും ഈ ടീച്ചറും മുത്തശ്ശനും ചേർന്ന് ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. മുത്തശ്ശന് എന്താ പറ്റിയേ? അതൊക്കെ മോളോട് മുത്തശ്ശൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാട്ടോ. എനിക്കും എന്റെ കുടുംബത്തിനും ദേവിക ടീച്ചറിനോട് വലിയ കടപ്പാടായിരിക്കുക. അങ്ങനെയൊന്നുമില്ല. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തേ? എന്നെ എന്റെ പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഇവിടെ എത്തിച്ചതും ദേവിക ടീച്ചറല്ലേ? അതിനൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യുപകാരോ? എന്ത് പ്രത്യുപകാരം? നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ജാതകം കൊണ്ടുവന്നാ അത് ഞാൻ സൗജന്യമായി പരിശോധിച്ച് അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഗണിച്ച് പരിഹാരം പറയാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. മുത്തശ്ശ, അതിനൊക്കെയുള്ള സമയമുണ്ടോ?
നാളെ കഴിഞ്ഞ് മറ്റന്നാള് എന്റെ അനിയത്തിയുടെ കല്യാണം. അതിനിടയിൽ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ സ്വർണം വാങ്ങിക്കാനായി ഇറങ്ങിയതാ. ഇനിയും ഇവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ വൈകും. ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തശ്ശ വന്നേ, ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇറങ്ങട്ടെ മോളെ. അത് ശരിയാ. നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ കല്യാണത്തിന്. നെട്ടോട്ടം ഓടണം. എന്തായാലും തിരക്കൊഴിഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ, ശരി മോളെ, പോവാട്ടോ. ശരി ടീച്ചർ, ടാറ്റാ. ശരി ശരി. വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാം ഇതുവരെ നടന്നു. മറ്റന്നാള് കല്യാണവും ഭംഗിയായിട്ട് തന്നെ നടക്കണം. ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ടങ്ങളൊക്കെ എല്ലാവരും മറക്കണം. എന്നിട്ട് എല്ലാരും നിറഞ്ഞ സന്തോഷത്തോടെ വേണം കല്യാണത്തിന് പങ്കെടുക്കാൻ. അയ്യേ, ഞങ്ങളതൊക്കെ മറന്നു അല്ലേ മോളെ? അല്ല, അത് നീ ഇനി ഒന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, അത്ര തന്നെ. നാളെ മുതല് ഒരു കോടീശ്വര കുടുംബത്തിലാ നീ മരുമകളായി വാഴാൻ പോകുന്നേ.